ഗസയ്ക്കുമേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഉപരോധങ്ങൾക്കെതിരെയുള്ള മുന്നേറ്റമാണ് 2008 ആരംഭിച്ച ഗസ ഫ്രീഡം ഫ്ലോട്ടില. അവരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ മാസം, അതായത് ജൂണിൽ, ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള 12 അംഗ സംഘം മദ്ലിൻ നൌകയിൽ സഹായ വിതരണങ്ങളുമായി ഗസയിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ ഗസ തീരം തൊടുന്നതിന് മുൻപ് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് ഇസ്രായേലി സൈന്യം അവരെ തടഞ്ഞു. 12 അംഗങ്ങളെയും തട്ടിക്കൊണ്ടുപോയി തടവിലാക്കി. പതിവ് പോലെ ലോകം അതിനും മൂകസാക്ഷിയായി. എന്നാൽ ഇസ്രായേലിന്റെ ഭീഷണികൾ കൊണ്ടൊന്നും പിന്മാറില്ലെന്ന് ഗസ ഫ്രീഡം ഫ്ലോട്ടില അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴിതാ അവരുടെ നേതൃത്വത്തിൽ ഗസയിലേക്ക് പുതിയ നൌക പുറപ്പെട്ടിരിക്കുന്നു. നൌകയുടെ പേര് ഹൻദാല. ഇസ്രായേലിനെതിരെയുള്ള ധീരമായ മുന്നേറ്റം എന്നതിനേക്കാൾ ഹൻദാല എന്ന പേരും നിലവിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം അത് വെറുമൊരു പേര് മാത്രമല്ല എന്നതാണ്. ഹൻദാല ഒരു രാഷ്ട്രീയ ആശയമാണ്. ഗസൻ ജനതയോടും മൊത്തം ഫലസ്തീനുകളോടുമുള്ള ലോകത്തിന്റെ അപകടകരമായ നിസ്സംഗതയുടെ ഓർമ്മപ്പെടുത്തലാണ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻ ഡെപ്ത്. സ്വാഗതം. ഹൻദാല എന്ന നൌക ഗസയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നു എന്ന വിവരം 2025 ജൂലൈ 6-നാണ് ഗസ ഫ്രീഡം ഫ്ലോട്ടില പുറത്തുവിട്ടത്. മദ്ലീൻ പോലെ ഹൻദാലയും പ്രതീകാത്മക പ്രതിഷേധമാണ്. ഗസയുടെ മനുഷ്യാവകാശ വിഷയങ്ങളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള പരിശ്രമം. ഗസയുടെ തീരം തൊടാൻ മദ്ലീൻ ആയില്ലെങ്കിൽ പോലും ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ അവർക്ക് സാധിച്ചിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഹൻദാലും. ബലപ്രയോഗത്തിലൂടെയും അല്ലാതെയും എത്രയൊക്കെ ശ്രമിച്ചാലും ഗസയ്ക്ക് നീതി ലഭിക്കും വരെ ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഹൻദാലിലൂടെ ഗസ ഫ്രീഡം ഫ്ലോട്ടില മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഹൻദാല എന്ന പേരിന്റെ പ്രസക്തിയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ ഹൻദാല ഒരു പ്രതീകമാണ്, ഫലസ്തീനി ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം. 1973 മുതൽ ഹൻദാല എന്ന ആ 10 വയസ്സുകാരന്റെ കാർട്ടൂൺ ചിത്രം ലോകമെമ്പാടുമുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമാണ്. നഗ്നപാതനായി കൈയും പുറകിൽ കെട്ടി യാതൊന്നിനെയും കൂസാത്ത മട്ടിൽ നിൽക്കുന്ന ഒരു അഭയാർത്ഥി ബാലൻ, അതാണ് ഹൻദാല. അന്തരിച്ച ഫലസ്തീനിയൻ കാർട്ടൂണിസ്റ്റ് നാജി അൽ അലിയുടെ ഭാവനയിലാണ് ഹൻദാല ഉണ്ടായത്. ഫലസ്തീനെതിരെ ലോകരാജ്യങ്ങൾ കൂടി പങ്കാളികളായ അനീതിക്കെതിരെ പ്രതീകാത്മക പ്രതിഷേധമെന്ന നിലയ്ക്കാണ് നാജി അൽ അലി ഹൻദാലയെ സൃഷ്ടിച്ചത്. ഫലസ്തീനികളുടെ ദുരിതാവസ്ഥയോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ലോകത്തെ കൂടിയാണ് ഹൻദാല പ്രതിനിധാനം ചെയ്യുന്നത്. 1948 ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തോടെ ഫലസ്തീനികൾ നിർബന്ധിത കുടിയിറക്കത്തിന് വിധേയരായിരുന്നു. ഒന്നാം നഗ്ബ എന്നാണ് അതറിയപ്പെടുന്നത്. അന്നത്തെ ആ ഓർമ്മയിൽ നിന്നാണ് നാജി അൽ അലി ഹൻദാലയ്ക്ക് രൂപം കൊടുക്കുന്നത്. മുള്ളൻ മുടിയും നഗ്നമായ പാദങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളുമുള്ള ഹൻദാല അങ്ങനെ നിസ്വരായ ഫലസ്തീനികളുടെ ചിഹ്നമായി മാറി. ഹൻദാല എന്റെ കയ്യൊപ്പാണ്. മുള്ളുകൾ ആയുധമാക്കുന്ന മുള്ളൻ പന്നിയുടെ മുടി പോലെയാണ് അവന്റെ മുടി. ഒരു തടിച്ച, സന്തോഷമുള്ള, സ്വസ്ഥനായ, ലാളന അനുഭവിക്കുന്ന ഒരു കുട്ടിയല്ല ഹൻദാല. ഹൻദാല ജനിച്ചത് 10-ാം വയസ്സിലാണ്. അവൻ എപ്പോഴും 10 വയസ്സായിരിക്കും. പ്രകൃതി നിയമങ്ങൾ അവന് ബാധകമല്ല. അവൻ അതുല്യനാണ്. അവന്റെ ജന്മഭൂമി തിരികെ ലഭിച്ചാൽ മാത്രമേ കാര്യങ്ങൾ സാധാരണ നിലയിലാകൂ. നാജി അലി ഒരിക്കൽ ഹൻദാലയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 1969 ഒരു കുവൈറ്റി പത്രത്തിലാണ് ഹൻദാല ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അന്നാണ് ആദ്യമായും അവസാനമായും കാഴ്ചക്കാരനെ അഭിമുഖീകരിക്കുന്ന തരത്തിൽ ഹൻദാല പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് 1973 ഒക്ടോബർ യുദ്ധത്തിന് തൊട്ടു പിന്നാലെ നാജി അൽ അലി ഇന്ന് കാണുന്ന തരത്തിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഹൻദാലയെ വരയ്ക്കാൻ ആരംഭിച്ചു. ഫലസ്തീനിലെ വരണ്ട പ്രദേശങ്ങളിൽ വളരുന്ന കൈപ്പേറിയ പഴമാണ് ഹൻദൽ. വെട്ടുന്നതിനനുസരിച്ച് വീണ്ടും വളരുകയും ആഴത്തിൽ വേരുകളുള്ളതുമായ ചെടിയിലാണ് ഹൻദൽ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നാണ് ഹൻദാല എന്ന പേര് നാജി അലി കണ്ടെത്തിയതും. ഈ പഴത്തിന് പേര് നൽകിയതിലൂടെ ഫലസ്തീനികളുടെ കൈപ്പേറിയ ജീവിതത്തെ കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട് ഹൻദാല. അതുകൊണ്ടുതന്നെ ഗസൻ വംശഹത്യയ്ക്ക് മൂകസാക്ഷികളായി ലോകം തുടരുന്ന സാഹചര്യത്തിൽ ഹൻദാല എന്ന പേര് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.